സൂക്ഷ്മദർശിനി സംവിധാനം ചെയ്തിരിക്കുന്നത് എം സി ജിതിൻ. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ പടം നോൺസെൻസ്, നമ്മുടെ റിനോഷ് ജോർജ്, ബിഗ് ബോസ് റിനോഷ് ജോർജൊക്കെ അഭിനയിച്ച, തിയേറ്ററിൽ മാലപ്പടക്കം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഈ ജിതിനോടൊപ്പം തന്നെ അതുൽ രാമേന്ദ്രൻ. ഇവർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റേ പടം എഴുതിയിരിക്കണമെന്ന് തോന്നുന്നത്. പടം നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണണം. അതും സസ്പെൻസൊക്കെ ചില വേട്ടവളി പൊളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും അറിയാതെ നിങ്ങൾ പോയി കാണുക. നല്ല ഒരു മിസ്റ്ററി, സസ്പെൻസ്, ക്രൈം ത്രില്ലർ കണ്ട സാറ്റിസ്ഫാക്ഷനായിട്ട് ഇറങ്ങി വരാം. അതും അതിൻ്റെ ഇടയ്ക്ക് ഡാർക്ക് ഹ്യൂമർ വരുന്നുണ്ട്. ഗംഭീര സ്ക്രിപ്റ്റ്. നസ്രയാണ് മെയിൻ റോൾ ചെയ്തിരിക്കുന്നത്. നായിക പുള്ളിക്കാരി തന്നെയാണ്. അത് കഴിഞ്ഞ ബേസിന് സാധനമുള്ളൂ. പുള്ളിക്കാരി നൈസായിരുന്നു. അതായത് ഒരു നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ വീട്ടിൽ വേറെ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന വീട്ടമ്മമാർ അപ്പുറത്ത് ഇപ്പുറത്ത് എന്ത് നടക്കണമെന്ന് ഇങ്ങനെ മറ്റേ CCTV ക്യാമറ പോലെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കഥാപാത്രം. ഇടയ്ക്ക് കുറച്ച് ക്യൂട്ട്നെസ് പരിപാടി പഴയതുപോലെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അത് ഇപ്പം പ്രായം കുറച്ച് കൂടിയതായതുകൊണ്ട് അത്ര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. സിനിമയിൽ ഈ സൂക്ഷ്മദർശിനി എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന ചില ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കുറച്ച് ക്യാമറ പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ ഇട്ടിട്ട് പോകുന്നുണ്ട്. അതിൽ കഥയിൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ബേസിൽ വന്ന സമയത്ത് ബേസിൽ അയൽക്കാരനായിട്ട് ജോലിക്ക് വരുന്നു. ഇപ്പം ഇവരെല്ലാവരും ഒരു ഗ്യാങ് ഉണ്ട്, വാട്സാപ്പ് ഗ്യാങ്ങിൽ. ഇപ്പോൾ പണ്ടത്തെ പോലെ അയൽക്കൂട്ടം പരിപാടിയൊക്കെ ഇപ്പോൾ വാട്സാപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയൊരാൾ വരുമ്പോൾ അതിനെക്കുറിച്ച് മൊത്തത്തിൽ അവരുടെ ഒരു ഇത് കാണുമല്ല, ഇത് ആളെങ്ങനെയായിരിക്കും എന്നുള്ള ആദ്യത്തെ ഒരു അളപ്പുണ്ടല്ലോ, ആ അളപ്പ് പരിപാടിയൊക്കെ വരുന്നു. ബേസിലിനെ കാണുമ്പോൾ നാട്ടുകാർക്കെല്ലാം വലിയ കാര്യം, എല്ലായിടത്തും ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നു. പക്ഷേ നമുക്ക് നസ്രിക്ക് മാത്രമേ ഒരു സൈക്കോ ആണോ എന്നുള്ള രീതി ഫീൽ ചെയ്യും കേട്ടോ. ഇതേ സാധനം മുമ്പ് നമുക്ക് കുമ്പളി നൈസിൽ ഇദ്ദേഹത്തിനെ ഫഹദിനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫഹദ് വന്ന് നിന്നിട്ട് നിൽക്കുമ്പോഴേക്കും അവരെന്തോ കുഴപ്പമുണ്ടല്ലോ. അതുപോലെ നമുക്ക് ഈ ഒരു രീതിയിൽ ആ ഒരു ലൈൻ പിടിച്ച് ബേസിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിലിൻ്റെ മുമ്പത്തെ ഒരുപാട് സിനിമയിൽ വന്ന് നോക്കുമ്പോൾ കാണാൻ അതുപോലെ തന്നെ ഉണ്ട്, പക്ഷേ ക്യാരക്ടർ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ക്യാരക്ടർ ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടർ, ഭയങ്കര മിസ്റ്ററി നിറഞ്ഞ ഒരു സൈക്കോ ആണോ എന്ന് നമുക്ക് സംശയം തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ഷനും ആ ക്യാരക്ടറിനെ നമുക്ക് അങ്ങനെ പോർട്രേ ചെയ്യാനും അതിൻ്റെ സ്കോറും ആ സിനിമയുടെ മൊത്തത്തിലുള്ള മേക്കിങ്ങും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഭയങ്കര കോമഡി ആയിട്ടൊന്നുമില്ല, കുറേ സ്ലോയിലാണ് പോകണം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. സംഭവം എന്തോ വരുന്നുണ്ട്. ഇങ്ങനെ തോന്നിപ്പിച്ച് പോയിട്ട് ഇടയ്ക്ക് വെച്ച് ഒരു ഇൻ്റർവെൽ പോലത്തെ ഒരു സാധനം കാണിക്കട്ടെ. ഞാൻ വിചാരിച്ചു അവിടെ ആയിരിക്കും ഇൻ്റർവെൽ വന്ന്. എനിക്ക് വേണമെങ്കിൽ അവർ ആദ്യം വെച്ച ഇൻ്റർവെൽ അതായിരുന്നു, പിന്നീട് മാറ്റിയാണെന്ന് തോന്നുന്നു. അതുപോലെ വന്ന് നിന്നിട്ട് പിന്നെ വേറെ ബ്ലോക്ക് വരുന്നുണ്ട്. അവിടെ ഈ മിസ്റ്ററി ഇങ്ങനെ നമുക്ക് അടുത്ത് എന്തോ പ്രശ്നമുണ്ട്, എന്തോ സംതിങ് സംവെയർ ഇസ് നോട്ട് റൈറ്റ് എന്നാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് തോന്നുന്നുണ്ട്, നസ്രിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും കുറേ ഡാർക്ക് ഹ്യൂമർ പരിപാടി അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സിദ്ധാർത്ഥ് ഭരതൻ ഗംഭീരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പുള്ളി ഓവറാൾ ഈ പടത്തിൽ കിടുവായിരുന്നു. പടത്തിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് സിദ്ധാർത്ഥ് ഭരതനാണ്, ബേസിലിനേക്കാളും ഒരു പക്ഷേ. എന്നാൽ ഇവരുടെ കോമ്പിനേഷൻ വരുന്ന സീനൊക്കെ ഗംഭീരമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പടം അങ്ങ് സീരിയസ് ടോണിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് സീറ്റ് എഡ്ജ് ആവണ്. ഇവിടെ എന്താണെന്ന് ഒരു പിടുത്തമില്ലാതെ നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത കുറേ ട്വിസ്റ്റുകളുണ്ട്. ക്ലൈമാക്സ് ഗംഭീരമായിട്ട് അങ്ങ് എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സീറ്റ് എഡ്ജ് സാധനങ്ങളുണ്ട്. നല്ല ഭയങ്കരമായിട്ട് മുൾമുനെ നിൽക്കില്ല, പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് തോന്നും. നല്ല ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ്. ഈ അടുത്ത് കണ്ടതിൽ ഒരു നല്ല ലക്ഷണം ഓർത്ത ഒരു ത്രില്ലർ. അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ പോലെയാണ്. അതൊന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ നസ്രി തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം മിസ്സാക്കേണ്ട. തിയേറ്ററിൽ നിന്ന് നിർബന്ധമായിട്ട് ഈ പടം തിയേറ്ററിൽ പോയി കാണുക. അത് മാക്സിമം ആൾക്കാരൊക്കെ ഇനി കണവണാകണമെന്ന അഭിപ്രായങ്ങൾ പറയും. അവന്മാരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും സൈക്കോ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇത് പോകും. ഞാൻ ഒരു തരത്തിലും ഈ പടം എന്താണെന്ന് അറിയാതെ ഇതിൻ്റെ ട്രെയിലർ കഴിഞ്ഞ തവണ ഞാൻ ലൈവ് വന്ന സമയത്ത് ഇവിടെ നിങ്ങളെ മുമ്പ് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത്രയും മാത്രം എനിക്ക് സിനിമയെക്കുറിച്ച് ധാരണ ഉണ്ടോ, വേറെ ഒന്നും ഇല്ലായിരുന്നു. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സമീർ താഹിർ, ഷൈജു ഖാലിദ്, എ വി അനൂപ് എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ അച്ഛനൊരു വാഴ വെച്ചു അതിലെ അച്ഛൻ മെഡിമിക്സിൻ്റെ പുള്ളിയുടെ ഒരു ചെറിയ റോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ശരൺ വേലായുധൻ്റെ സിനിമാറ്റോഗ്രാഫി, ക്രിസ്റ്റോ സേവറിൻ്റെ മ്യൂസിക്, ചമൻ ചാക്കോയുടെ എഡിറ്റിങ് എല്ലാം നല്ല ഗംഭീരമായിട്ടുണ്ടായിരുന്നു. സിനിമയുടെ കളറിസ്റ്റ് ശ്രീക്ക് വാര്യർ. മെയിൻ റോളിൽ വന്നിട്ടുള്ളത് ദീപപ്പറമ്പോലാണ്. നസ്രിയുടെ ഹസ്ബൻഡ് വേഷമാണ്, പക്ഷേ നായക വേഷമൊന്നുമില്ല, സൈഡിലായിട്ട് അങ്ങ് പോകുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ ഞാൻ പറഞ്ഞ അടിപൊളിയായിരുന്നു. കോട്ടയ രമേശ് ഒരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്. മനോഹരി ജോയ് അമ്മച്ചി, ഗ്രേസി അമ്മച്ചി നമ്മളെ ഒരുപാട് പടത്തിലുണ്ട്. അമ്മച്ചി നൈസായിരുന്നു. പിന്നെ അഖില ഭാർഗവൻ, പ്രേമലുവിലെ അഖില, ഈ പൂജ മോഹൻ രാജ്, അവരൊരു കോമ്പിനേഷൻ, അവർ കിടിലുമായിരുന്നു. പൂജ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശത്തിൽ ടംഷാദ് കളിക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, രാത്രി അവർ പേടിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചത്, അവർ നല്ല കിടില ആക്ട്രസ്സാണ് കേട്ടോ. അവർക്ക് നല്ല കിടില കോമഡി റോളുകൾ കൊടുത്താൽ നല്ല സെറ്റായി ചെയ്തിട്ടുണ്ട്. ഇതിൽ അവർ നന്നായിട്ട് ചിരിപ്പിച്ചിട്ടുണ്ട്. ചില എക്സ്പ്രഷനൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ മെറിൻ ഫിലിപ്പ് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അപർണ റാം ഡയാന എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂസിലാൻഡിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട്. പിന്നെ സരസ്വതി മേനോൻ, അതുപോലെ ജയാക്കുറുപ്പ്. ജയാക്കുറുപ്പൊക്കെ ഈ അളപ്പൻ അയൽക്കൂട്ടൻ ടീമിലുള്ളതാണ്. ഓവറാൾ
പതിയെ തുടങ്ങി പതുക്കെ ഗ്രിപ്പിംഗ് ആയി നല്ല രീതിയിൽ മിസ്റ്ററിയും ത്രില്ലിങ്ങും സമ്മാനിച്ച് നല്ല രീതിയിൽ എൻഡ് ചെയ്യിപ്പിച്ച ഒരു അടിപൊളി സ്ക്രിപ്റ്റും കൂടെയുള്ള നല്ല പെർഫോമൻസ് കാണാൻ സാധിക്കുന്ന നല്ലൊരു സിനിമ അനുഭവമായിരുന്നു. സൂക്ഷ്മദർശിനി മിസ്സാക്കണ്ട, പോയി കാണിക്കും. എന്തരാ വരട്ടെ.